നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ അനിവാര്യത മുന്നിൽ കണ്ട് നിലമ്പൂർ ജനത വളരെ കൃത്യമായ തീരുമാനത്തിൽ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. അത് UDFന് അനുകൂലമാണ് താനും. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിൽ ഉരുണ്ടുകൂടാറുള്ള കാർമേഘങ്ങൾ ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF മുന്നണിയിലോ കോൺഗ്രസിലോ കാണുന്നില്ല. അതും ഏറ്റവും ആശ്വാസജനകം തന്നെയാണ്. ഒരു കെട്ടുറപ്പുള്ള നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഇന്ന് മുന്നണിയിലെ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. 2025 പുനഃസംഘടനാ വർഷമായി പ്രഖ്യാപിച്ച് കുടുംബങ്ങൾ മുതൽ യൂണിറ്റ്, മണ്ഡലം, ജില്ലാ തലങ്ങളിൽ പ്രവർത്തനങ്ങൾ പുനർജീവിപ്പിച്ച് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന പുനർക്രമീകരണങ്ങൾ ഐക്യകണ്ഠേന കോൺഗ്രസ് UDF നടപ്പിലാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് UDF കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയത്. LDFൻ്റെ MLA ആയിരുന്ന PV അൻവർ നിലവിലെ LDF സർക്കാരിന് എതിരെ തിരിയുകയും സർക്കാരിൻ്റെയും പിണറായി വിജയനെതിരെയും രൂക്ഷമായി ആരോപണങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ട് രാജിവെച്ചതിന് പിന്നാലെ UDFൻ്റെ ഭാഗമാകാൻ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. തുടക്കത്തിൽ UDF അൻവറിനോട് മൃദു സമീപനം സ്വീകരിച്ചുവെങ്കിലും അൻവർ UDFന് മുന്നിൽ വെച്ച നിബന്ധനകൾ പൂർണ്ണമായി അംഗീകരിക്കാൻ കോൺഗ്രസും UDFും വിസമ്മതിച്ചു. പിന്നീട് ദിവസങ്ങൾ കഴിയും തോറും അൻവർ തൻ്റെ ഉറപ്പില്ലാത്ത നിലപാടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വിലപേശൽ രൂപത്തിലേക്ക് നിലപാടുകൾ മാറ്റുകയും UDFന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നയവും രൂപപ്പെടുത്തിയപ്പോൾ UDFൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്നത് മുന്നിൽ കണ്ട് ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് UDFും കോൺഗ്രസും അൻവറിൻ്റെ കാര്യത്തിൽ മാറുകയായിരുന്നു. അൻവർ തൻ്റെ നിലയുറപ്പിക്കാൻ VS ജോയിയെ മുൻനിർത്തി സ്ഥാനാർത്ഥിയാക്കാൻ UDFിൽ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ കോൺഗ്രസ് അതിനെ തള്ളിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ അൻവറിൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമായി. അതോടെ അൻവർ ഒറ്റപ്പെടുകയും സ്വന്തം നിലയിൽ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. LDFൻ്റെയും അൻവറിൻ്റെയും സിറ്റിംഗ് സീറ്റായ നിലമ്പൂർ 2 തവണ LDFൻ്റെ ഒപ്പം നിന്നപ്പോഴും ഒരു കാര്യം നമ്മൾ മറക്കരുത്. അവിടെ ഇതുവരെ മേൽക്കോയ്മ ഉണ്ടായിരുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്കാണ്. കഴിഞ്ഞ 2 തവണ നാട്ടുകാരൻ കൂടിയായ PV അൻവറിനെ മുന്നിൽ നിർത്തിയാണ് മണ്ഡലം 2 തവണയും LDF നിലനിർത്തിയത്. എന്നാൽ ഇന്ന് അൻവർ ഇതേ ഇടതുമുന്നണിയുമായി പിണങ്ങി ഇടത് കളത്തിന് വെളിയിലാണ്. ഈ സാഹചര്യമാണ് UDFന് പരമ്പരാഗതമായി കയ്യിലുണ്ടായിരുന്ന നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ അനുകൂലമാകുന്നത്. അതിപ്പോൾ തന്നെ 65% വിജയത്തിലുമാണ്. അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് തുടങ്ങി 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. അതിൽ തന്നെ 5 പഞ്ചായത്തുകൾ ഇപ്പോൾ തന്നെ UDFൻ്റെ കയ്യിലുമുണ്ട്. നിലമ്പൂർ നഗരസഭയും 2 പഞ്ചായത്തുകളും മാത്രമാണ് LDFൻ്റെ കയ്യിലുള്ളത്. നിലമ്പൂരിൽ മൊത്തം വോട്ടർമാരുടെ എണ്ണം 2,32,384 ആണ്. 1,13,486 പുരുഷ വോട്ടർമാരും 1,18,889 സ്ത്രീ വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡേഴ്സുമാണ് അവിടെ ഉള്ളത്. പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 263 വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും നിലമ്പൂരിൽ സംഭവിച്ചത് ആവർത്തിക്കരുത് എന്ന കൃത്യമായ ധാരണയോടെയാണ് UDFും കോൺഗ്രസും മുന്നിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ നിലമ്പൂരിൽ സാഹചര്യങ്ങൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. UDFന് അനുകൂലമായ ഒരു മുന്നേറ്റം തെളിയുന്ന കാഴ്ചയാണ് അവിടെ സംജാതമാകുന്നത്. നിലമ്പൂരിൽ മത്സരം കൊടുമ്പിരി കൊള്ളുമെന്ന് കരുതിയെങ്കിലും അതിന് വിപരീതമായി ഒരു സാഹചര്യമാണ് നിലമ്പൂരിൽ തെളിഞ്ഞു വരുന്നത്. അത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഒറ്റക്കെട്ടായ പ്രയത്നഫലമാണ് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി 13-ന് നിലമ്പൂർ സന്ദർശിക്കുമെന്നായിരുന്നു തീരുമാനമെങ്കിലും അഹമ്മദാബാദിലെ വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീരുമാനം മാറ്റിവെക്കുകയും മരിച്ചവർക്ക് ആദരസൂചകമായി പ്രചരണങ്ങളെല്ലാം ഇന്നത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. 15-ാം തീയതിയോടെ പ്രിയങ്ക മണ്ഡലത്തിൽ എത്തും എന്നാണ് അറിയുന്നത്. അതോടെ നിലവിലെ സ്ഥിതിഗതികൾ പൂർണ്ണമായും ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി മാറും. ഇപ്പോൾ തന്നെ UDFിലെ വിവിധ കക്ഷികൾ നിലമ്പൂരിൽ നടത്തുന്ന പ്രചരണങ്ങൾ ജനത്തിൻ്റെ മുക്തകണ്ഠ പ്രശംസ പിടിച്ചു പറ്റിക്കഴിഞ്ഞു. അതിലേറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് ചാണ്ടി ഉമ്മൻ്റെ വേറിട്ട് നിൽക്കുന്ന പ്രചരണമാണ്. സൈക്കിളിൽ മണ്ഡലം മുഴുവൻ സഞ്ചരിച്ച് ഓരോ വീടുകളിലും കയറിയിറങ്ങി ഓരോ വ്യക്തികളെയും കണ്ടു നടത്തുന്ന വേറിട്ട പ്രചരണം ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്ന് ചാണ്ടി ഉമ്മൻ നടത്തുന്ന ഈ ഹൃദയസ്പർശിയായ മുന്നേറ്റങ്ങൾ നിലമ്പൂരിൽ ഓളങ്ങൾ തീർത്തു കഴിഞ്ഞു. കോൺഗ്രസ്
UDF അംഗങ്ങൾ ഒറ്റയായും കൂട്ടമായും നടത്തുന്ന നീക്കങ്ങൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വ്യാപക മുന്നേറ്റമായി മാറി. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിന് മുന്നിൽ എതിരാളികൾ നിർജ്ജീവമാകുന്ന കാഴ്ചയാണിപ്പോൾ നിലമ്പൂരിൽ കാണാനുള്ളത്. UDFിൻ്റെ ഒരു കുതിച്ചുചാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ UDFിൻ്റെ പുതുമുന്നേറ്റമായി മാറുമെന്നത് ഉറപ്പിക്കാം നമുക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത വർഷത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പും UDFിന് അനുകൂലമാകുന്ന സാഹചര്യമാണ്. അതിൻ്റെ ഒരു മിനിയേച്ചറാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. LDFും BJPയും അൻവറും മറ്റ് ചെറുകിട പാർട്ടികളുമൊക്കെ നിലമ്പൂരിൽ മത്സരരംഗത്തുണ്ടെങ്കിലും അതൊന്നും UDFിന് ഒരു ഭീഷണിയെ അല്ല എന്നും ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷം അവിടെ കൊയ്തെടുക്കുമെന്നുമാണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.